കണ്ടോന്നേ, അമൂല്യയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവന്റെ കവളൊക്കെ ചുമന്നു തൊടുത്തു വന്നത്. വെറുതെ കവിള് ചോക്കുന്നത് മാത്രമല്ലല്ലോ, അവന്റെ ലൈഫ് ഇപ്പൊ ഫുള്ള് ഹോളിയല്ലേ. അതിന് നിറം പകർന്നാണെങ്കിൽ ലവും. ഇനി മുതൽ അവന്റെ ലൈഫും വെറും കളർഫുൾ ആയിരിക്കും. ചോട്ടാ ഭീം. ചോട്ടാ ഭീമോ? എനിക്ക് ഇതിന് കാർട്ടൂൺ പേര് വെച്ചേക്കണേ. നീ കാർട്ടൂണിലെ പോലെയല്ലേ കാണിക്കുന്നേ. നിന്നെ ഞാൻ മാറടി ഇങ്ങോട്ട്. പാടി ഇങ്ങോട്ട്. മാപ്പ് നോക്കാം. ഇത് തന്നെയാണോ അവരുടെ വീട്? ഏയ്, ഞാനെന്താ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഇത് അവരുടെ വീട് തന്നെയാണെന്ന് പറയാ. ഡി, മാപ്പ് നീയല്ലേ നോക്കുന്നേ, അതുകൊണ്ടാ ചോദിച്ചേ. എടി മരക്കഴുതേ, മാപ്പ് റൂട്ട് കാണിച്ചു തരാനുള്ളതാ, അല്ലാതെ ഇതാ അനുവിന്റെ വീടെന്ന് അതിൽ കാണിച്ചു തരില്ല. എടി മുതുക്കി, ഞാനിപ്പോ എന്താ ചോദിച്ചേ? ഇതാണോ വീടെന്നല്ലേ? അതിനാണോ ഇത്ര സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അമ്മ കൂടെ വാ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ? ശരി വിട്, ഞാൻ തിരിച്ചു പോക്കോളാം. ഏയ് വേണ്ട മോളെ, അവിടെ നിക്ക്. അതൊക്കെ പോട്ടെ. എന്താണെന്നറിയോ, നമ്മള് വേറൊരു വീട്ടിൽ പോവാ. നമ്മുടെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ അത് മോശാവില്ലേ? ഫോർ ദ നെയിം ഓഫ് പ്രേമി നമ്മൾ വഴക്കിടാൻ പാടില്ല. ഓക്കെ അല്ലേ? ഡീൽ. നിക്ക്, അവിടെ ആരോ HMD നിപ്പോണ്ട്. അയാളോട് ചോദിക്കുക ഇതാണോ വീടെന്ന്. HMDയോ എന്ന് വെച്ചാ എന്താ? ഹാഫ് മൊട്ടത്തല. നടക്ക്. ഹലോ, ബിസിനസ്സിൽ വമ്പൻ ആൾക്കാർ കൂടെ ഉള്ളപ്പോ എന്റെ ചെലവിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. കേട്ടിട്ടില്ലേ? ആര്യവർദ്ധൻ. ഇപ്പൊ എന്റെ പോക്കറ്റ് മണിയൊക്കെ വരുന്നത് ആര്യവർദ്ധൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. കുപ്പ തരൂ, കാശെടുത്തോളൂ. ഞാനിപ്പോ റീചാർജ് ചെയ്യുന്നൊക്കെ അങ്ങനെയാണെന്നേ. വെറും 8 രൂപയ്ക്ക്. കുപ്പ തരും ഇന്ത്യ, സംസാരിക്കും ഇന്ത്യ. ഇത് വർദ്ധൻ ഗ്രൂപ്പിന്റെ പുതിയ ശ്ലോകമാണ്. എടി ചേച്ചി, ഇതാരോ ആക്രി വെറുക്കുന്ന ആളാ. നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ച അനുവിനോട് വീട് ഏതാന്ന്. അതെ, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഏയ്, എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? അയ്യോ പാവം, എടി ചെവി കേക്കില്ലെന്ന് തോന്നുന്നു. അയ്യടി, കൊള്ളാലോ. എന്നെ കണ്ട കുപ്പ വെറുക്കുന്ന ആളായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അയ്യോ അല്ല അങ്കിൾ, കാണാനൊക്കെ ഡീസന്റാ. പക്ഷേ വായ തുറന്ന അപ്പൊ തൊട്ട് കുപ്പ കുപ്പ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ കണ്ടുപിടിച്ച. ഇത്രയും ചെറിയ വായില് വലിയ വർത്താനം പറയുന്നോ? നീ എവിടെയുള്ളതാ? ഇവിടെ എന്താ ചെയ്യുന്നത്? നടക്ക്. ഏരിയ ഏതാണെങ്കി എന്താ? ഈ കൊച്ചി മുഴുവൻ ഞങ്ങളുടെ. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാ നിങ്ങൾ ഈ കൊച്ചിക്കാരനല്ലെന്ന് മനസ്സിലാവുമല്ലോ. വർദ്ധൻ ഗ്രൂപ്പ് മുഴുവൻ ഈ കൊച്ചിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ തെറ്റായ രീതിയിലാണല്ലോ പറയുന്നേ. വായ നിറച്ച് കുപ്പ കുപ്പ എന്ന്. അവരെന്തായാലും സിറ്റിയൊക്കെ ക്ലീൻ ചെയ്തോളൂ, പക്ഷെ ജനങ്ങളുടെ മനസ്സ് ക്ലീൻ ചെയ്യാൻ അവർക്കല്ലേ പറ്റൂ. നടക്ക്, വെറുതെ സംസാരിക്കണ്ട. അല്ല, നിങ്ങൾ ഈ രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് നീയൊക്കെ ആരാ? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെയുള്ള അനു ഞങ്ങളുടെ ഫ്രണ്ടാ. അവളുടെ വീട്ടിലേക്കാ വന്നേ. ഓ, അവരുടെ വീട്ടിൽ വന്നതാണോ? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അല്ല, മൂത്തവരാരും കൂടെ വന്നില്ലേ? ഹലോ, ഞങ്ങൾ 4 പെൺകുട്ടികളാ. ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ വന്ന ഈ ഏരിയ താങ്ങില്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രം വന്നത്. അല്ല, എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് തൃശൂർ പൂരത്തിലെ പഞ്ചവാദ്യം പോലെയാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ചുമ്മാ ഇരിക്കില്ല കേട്ടോ. എന്താ എന്നെ പേടിപ്പിക്കുക? ഒരെണ്ണം കൊണ്ട് വെച്ചെന്നാ തറയെ കിടക്കും. എന്താ? ഹലോ, നിങ്ങൾ ഇവിടെ പൂജയ്ക്ക് വന്നല്ലേ? ആ വീടാ. ആദ്യം അങ്ങോട്ടേല്. ഒരു ചടങ്ങിന് വേണ്ടി വന്നതുകൊണ്ട് വെറുതെ വിടുന്നു, ഇല്ലെങ്കിൽ അടിച്ചു കൂട്ടിയനെ ഇവിടെ. നീ വാ, മാലിന്യത്തിൽ കൈയിട്ട് കൈ നാശാക്കാൻ നിൽക്കണ്ട. കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്തു കാണിക്ക്. കുറച്ച് കൂടുതൽ ഇട്ടോ.
സാനിറ്റൈസർ വേണോ? എടീ കളിക്കരുത് കേട്ടോ, പോകാൻ നോക്ക്. ഏയ് വേണ്ടാന്നങ്ങ് പറഞ്ഞാ പോരെ. എന്തൊരു മനുഷ്യനാണോ എന്തോ. വാ പോവാൻ നടക്ക്. വിശേഷ ദിവസം ഉഷാറാണെന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കണ്ടാ തന്നെ മനസ്സിലാവുമല്ലോ. 4 അല്ലേ പെൺപടകള്. നദി, കര, കുളം, ആറ്, അമ്മ, കടൽ. ഹലോ കുളം, പറ. പുഷ്പാന്റി, അനു, വാ അകത്ത് പോയി നോക്കാം. എടി നിക്ക് ഒരു മിനിറ്റ്. ഇനി അയാള് വേറെ വീടെങ്ങാനാണ് കാണിച്ചു തന്നെ. പുഷ്പാന്റി, അനു, ആന്റി. നിങ്ങൾ വന്നോ? ശരിക്കും നിങ്ങൾ വന്നല്ലേ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഏയ് കണ്ടിട്ട് അവര് നമ്മളെ വെറുതെ വിളിച്ചാന്ന് തോന്നുന്നു. നമ്മള് ചാടിക്കേറി വന്ന പോലെ തോന്നുന്നു. പ്രമീള ചേച്ചി എവിടെ? വന്നില്ല അല്ലേ? അതാ ആന്റി, ഇത് ചേച്ചിയുടെ ആദ്യത്തെ ഗൗരി പൂജയല്ലേ, അതിന്റെ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്, അതാ വരാത്തെ. ഞങ്ങള് രണ്ടുപേരും തന്നെ വരണമെന്ന് അമ്മ നിർബന്ധിച്ചയച്ചതാ. ഏയ് ഒന്നും മിണ്ടാതിരിക്കെ. ഒന്നുമില്ല ആന്റി, ഇവള് വരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു വന്നതാ. ഡീല് മറന്നുപോയാ? സോറി. കുഴപ്പമില്ല. വരൂ, അകത്തേക്ക് വരൂ. വാ വാ. അനു, ആമാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. അമ്മു, അതിഥി. വെയിറ്റ്. ആദ്യം സാനിറ്റൈസർ ഇടാം. അമ്മ സാനിറ്റൈസർ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് വന്ന് കേറുന്നവരോട് ഇതെങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അയ്യോ ഇല്ല ആന്റി, അനു കറക്റ്റ് കാര്യ പറഞ്ഞത്. സേഫ്റ്റി ഫസ്റ്റ്, സെലിബ്രേഷൻ നെക്സ്റ്റ്. എക്സാക്ട്ലി. എന്താ സുബു ഇങ്ങനെ നോക്കുന്നത്? ഇവരാരാന്ന് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, പേഴ്സ്, കള്ളി, അത് ഇവരാ. അയ്യോ ആന്റി, നിങ്ങൾ പറയുന്നത് കേട്ടാ ഞാൻ ആ പേഴ്സ് മോഷ്ടിച്ചോടിയ കള്ളിയെന്ന് തോന്നുവല്ലോ. അയ്യോ അങ്ങനെയല്ല മോളെ, നിങ്ങൾ വന്ന സന്തോഷത്തില് ഞാൻ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ, വേറൊന്നുമില്ല. സുബു മനസ്സിലായല്ലോ അല്ലേ? നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായതുപോലെ തലയാട്ടണം. ഇനി ഞാൻ തലയാട്ടിയില്ലെങ്കിലോ പുഷ്പയ്ക്ക് ദേഷ്യത്തോട് ദേഷ്യമായിരിക്കും. സുബു പിന്നെയും തുടങ്ങിയോ നിങ്ങളുടെ തലതിരിഞ്ഞ സംസാരം? ഞാൻ എന്ത് തലതിരിഞ്ഞ കാര്യം പറഞ്ഞെന്നാ? ഇടയ്ക്കൊക്കെ ഇങ്ങനെയും പറയണം അല്ലേ മോളെ? ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലായി. അങ്കിൾ, നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയാണെന്ന്. പൂർണി, നീ റെഡി ആയില്ലേ? മോളുടെ അച്ഛനെ അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. വിശേഷ ദിവസങ്ങളിലെല്ലാം ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിലാണ് വരാറുള്ളത്. അതെ അങ്കിൾ, അച്ഛൻ പറയാറുണ്ട്. നീയാണോ നിന്റെ ചേച്ചിയാണോ എന്നറിയില്ല, അമ്മയുടെ കൂടെ എപ്പോഴും ഷോപ്പിൽ വരുമായിരുന്നു. ഞാനൊരു ദുപ്പട്ട എടുത്ത് സാരി പോലെ ചുറ്റിച്ചിട്ട് ഒരു മൂല പിടിച്ചിരുത്തുമായിരുന്നു. സുബു, കളിയാക്കിയതൊക്കെ മതി, ഒന്ന് വെറുതെ ഇരിക്കും. വരും മോളെ, അവിടെ ഇരിക്കും. ആന്റി, അങ്കിളിനെ ആന്റി എപ്പോഴും സുബു എന്നാണോ വിളിക്കുന്നത്? നോക്കുമോളെ, ഈ കവിള് ഇങ്ങനെ ചുവന്നിരിപ്പുണ്ടല്ലോ, അത് കുങ്കുമാണെന്ന് കരുതണ്ട. നാണിച്ചവളൊരു പരുവമായതാ. സൂപ്പർ ആന്റി, നിങ്ങള് ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം എന്നുള്ള എന്റെ എക്സാമ്പിളാ നിങ്ങള്. ഹൈഫൈ അല്ല പിന്നെ നിങ്ങൾ തന്നേക്കും.
പൂർണി ഇനി നീ റെഡി ആയില്ലേ? കഴിഞ്ഞ ചേച്ചി. വേഗം ഒന്ന് വന്നേ. വന്നു. ഇവളുടെ പേര് പൂർണിമ, എന്റെ അനിയത്തിയാ. ഈ വീട് ഇവളുടെയാ. പൂർണി, പ്രമേള ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ? അവരുടെ മക്കളാ ഇവർ രണ്ടുപേരും. ഇതെന്റെ ചെറിയമ്മ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയമ്മയല്ലേ? ചെറിയച്ഛൻ അവിടെ? അവര് ദുബായില്ല. നിങ്ങളുടെ അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ കണ്ടക്ടറാ. ആണോ? ഏത് ഹോസ്പിറ്റലിലാ? ആശുപത്രിയോ? അല്ലല്ല, ഞാൻ നേഴ്സാ. അവർ ഏത് ഹോസ്പിറ്റലിലെ കണ്ടക്ടറാണെന്നോ? അയ്യോ, അത് കണ്ടക്ടർ എന്നല്ല, കണ്ടക്ടർ. റൈറ്റ്. ആന്റി, ഇത് അമ്മ ആന്റിക്ക് തന്നുവിട്ടതാ. എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. പിടിച്ചോ. അയ്യോ, ഇത്രയൊക്കെ എന്തിനാ മോളെ കൊണ്ടുവന്നേ? അയ്യോ ആന്റി, അമ്മയുടെ സ്വഭാവം എപ്പോഴും അങ്ങനെയാ. ഒരുപാട് ഇഷ്ടമായ സ്വത്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നുമില്ല. എന്തുകൊണ്ടില്ല? ഇതൊക്കെ ഉണ്ടല്ലോ. എന്താ ആന്റി? മുത്തുപോലെ 4 പെൺകുട്ടികളുണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് വേണം? നിങ്ങളിത് അവിടെ വെച്ചേക്ക്. അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയും, കുടുംബം എന്ന് വെച്ചാൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല, എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നവരായിരിക്കണമെന്ന്. ഇപ്പൊ ഞങ്ങളും നിങ്ങളുടെ കൂടെയും കൂടിയല്ലോ. അതെ, നമ്മളെല്ലാവരും ഇനി സ്ട്രോങ് ആയി. ഇപ്പൊ വരെ ഇന്നലത്തെ വീഴ്ചയുടെ ദേഷ്യത്തിലും വേദനയിലും ആയിരുന്നു. എന്നാ ആ വേദനയിലും ഇത്രയും നല്ലൊരു ബന്ധമുണ്ടായല്ലോ. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും അതുപോലെ സന്തോഷങ്ങൾ. അമ്മ വന്നായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. എന്തായാലും പൂർണ്ണ ചെറിയമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയും കൂടെ വന്നായിരുന്നെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആയേനെ. അനു, രമ്യയെ വിളിച്ച് വരാൻ പറ. കൂടെ രജനി ആന്റിയോടും വരാൻ പറ. ഞാൻ വന്നല്ലോ. ഹായ് അമൂല്യ. ഹായ് അതിഥി. എന്താ ഷോക്കായോ? നിങ്ങളുടെ പേര് എനിക്കെങ്ങനെ അറിയാവുന്നതാണോ? അടിപൊളിയല്ലേ ഞാൻ? എടി പൊട്ടി, 2 പേരുടെയും പേര് തിരിച്ചാണല്ലോ പറഞ്ഞേ. ഓ, ഇവരാണോ നിങ്ങളുടെ പ്രാണസഖി ഉഴുന്നുപരിപ്പ്? എന്താ പ്രാണസഖി ഉഴുന്നുപരിപ്പെന്നോ? മതിയടി കുഞ്ഞു കളിച്ചത്. പൂജയ്ക്കാ വന്നിരിക്കുന്നത്, അല്ല സ്കൂളിലൊന്നുമല്ല. വിശേഷ ദിവസം വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും കാണില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വന്നു. എനിക്ക് ഒരുപാട് സന്തോഷായി. നോക്ക്, ഈ സന്തോഷത്തില് എന്റെ കൈയെല്ലാം വിറയ്ക്കുന്നു. കൈ വിറയ്ക്കുന്ന സന്തോഷം കൊണ്ടല്ല, അവക്ക് ഷുഗറുണ്ട്. സുബു, ഒന്നും മിണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നിന്റെ അങ്കിളിന് അസൂയയാണ്. ആരതി ചേച്ചിയും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനല്ലേ അമ്മു? ആരതിയോ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ദേ അത് ആരതി ഉണ്ടല്ലോ. പുഷ്പേ, ഞാൻ മുണ്ടെടുത്തിട്ട് വരാം. വേഗം. അനു, വേഗം താലം എടുക്ക്. അമ്മു വന്നേ. രമ്യ വന്നേ.
എന്താ പറഞ്ഞേ? ഇത്ര പെട്ടെന്ന് വേദാന്ത് പണി തുടങ്ങിയോ? ഇതൊക്കെ അത്ഭുതമായിട്ട് തോന്നുക. അത് പിന്നെ ഹലോ ഹലോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു വിളിക്കാം. വിനു, വണ്ടി നിർത്തിക്കേ. നമുക്ക് ആദ്യം എടുക്കാം. പൂർണ്ണി വന്നേ, രജനി വന്നേ. അമ്മു, അതിഥി വരും. രമ്യ വാ. അല്ല, ഇന്നലെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു എന്ന്. പക്ഷെ അവളാണെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു വിളിക്കുക. എന്നെ പോലൊരു ജെന്റിൽമാൻ ജീവിതകാലം മുഴുവനും ബാച്ചിലർ ആയിട്ടിരിക്കണമെന്ന് ഉറപ്പിച്ച ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞ എത്ര കഷ്ടമെന്നറിയോ? എന്തോ അവൾക്കും എന്റെ മേൽ ഇത്ര ഫീലിങ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. ഞാനൊന്ന് ഫോൺ ചെയ്താ അപ്പൊ തന്നെ തിരിച്ചു വിളിക്കേണ്ട അവള് എന്നെ പറ്റി ഒന്ന് ആലോചിക്കുന്ന പോലും ഇല്ല. ഇനി ഇവക്ക് എന്നോട് ഫീലിങ്സ് ഇല്ലെന്നാ ഇപ്പൊ എന്റെ ഡൗട്ട്. ഇവൾക്ക് എന്തായാലും 100 ആയുസ്. നീ ഏതാ? നീ ഇപ്പൊ എന്തിനാന്ന് ചോദിക്കേണ്ടത് ഞാൻ തന്നെയാ. ഞാൻ വിളിച്ച എന്തിനാന്ന് അറിയാനാണോ ഇന്നലെ തൊട്ട് കോൾ ചെയ്തത്? ഹലോ രാജാവേ, ഞാനൊരിടത്ത് വീണതുമില്ല, കിഡ്നാപ്പ് ചെയ്തപ്പോ അടിയും കിട്ടിയില്ല. എന്റെ തലയ്ക്ക് കുഴപ്പമില്ല. എന്റെ അടുത്ത് വെറുതെ ഒച്ച വെക്കല്ലേ. സത്യം പറയുവാണെങ്കിൽ എന്നെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത് നീയാ. അനുവിന്റെ കോള് കണക്ട് ചെയ്തതിന് ശേഷം താങ്ക്സ് പറയാൻ പോലും നീ എന്നെ വിളിച്ചില്ല. Can you just stop it? ചുമ്മാ വളവളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ എന്തിനാ നീ വിളിച്ചത് അത് പറ. ഏയ്, ഞാനല്ലേ അത് ചോദിക്കണ്ടേ? നീ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞേ? ആദ്യം നീ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ, എന്നിട്ട് ഞാൻ പറയാം. എന്നെ തിരിച്ചു വിളിക്കാത്തും പോരാ, എന്നിട്ടിപ്പോ കണ്ടീഷൻസും വെക്കുവല്ലേ? ആര്യവ്രതം വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, എന്താ എന്റെ മനസ്സിൽ ചീത്ത വിളിക്കണോ അതോ ചത്തുപോയോ? Will you just shut up? എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ വന്നിട്ടുണ്ട്. നിന്നോട് വഴക്കിട്ട് ടൈം വേസ്റ്റ് എനിക്കിപ്പോ തീരെ സമയമില്ല. അയ്യോ ത്രിലോക സുന്ദര, ഞാൻ നാളെ നിന്റെ ഭാര്യ ആവാനുള്ളവളാ. എന്തായാലും എന്റെ തലയിലെഴുത്ത് അങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അങ്ങനെയുള്ളപ്പോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കോള് കട്ട് ചെയ്തോ? എന്നേക്കാളും ഇമ്പോർട്ടന്റ് കോള് വിളിക്കാൻ ആരായിരിക്കും ഉള്ളത്?
ഹലോ ആര്യ സാർ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. വേദാന്തിന് സുഖാണോ? അതെ സുഖം സാർ. വേദാന്ത്, നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഇപ്പോ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നത്തിന് പിന്നിൽ ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ കൂടെ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ കൃത്യനിഷ്ഠ, പിന്നെ എല്ലാ കാര്യത്തിനും ഉപരിയായിട്ട് നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇതൊക്കെ പറയാനും പിന്നെ വിശേഷ ദിവസത്തിന്റെ ആശംസ പറയാനും കൂടിയിട്ടാ വിളിച്ചത്. ഹലോ ഹലോ സാർ, സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ശരിക്കും കേൾക്കുന്നില്ല. ഹലോ. ഓ ആണോ? ഒരു നിമിഷം, ഞാനത് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഹലോ. അവിടെ നിൽക്കുന്നത് വേദാന്തല്ലേ?